പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയെ കണ്ടിട്ടൊക്കെ അനന്തപുരിയിലോട്ട് തിരിച്ചെത്തുന്നുണ്ട് നമ്മുടെ ജലജ. പിന്നെ അത് കഴിഞ്ഞിട്ട് നവ്യയെ ചൂട് പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നവ്യനെ ചൂട് പിടിപ്പിക്കണം, എന്നാലേ കാര്യങ്ങൾ എളുപ്പമായി നടക്കുകയുള്ളൂ. അവളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ടായിരുന്നു. അത് അനുസരിച്ചാണ് ജലജ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അങ്ങനെ നമ്മുടെ നയന വീട്ടിലേക്ക് പോയതാണ്. അവൾ രാത്രി വരും, അവളിപ്പോൾ സന്തോഷത്തോടെ കൂടിയാണ് നടക്കുന്നത്, എല്ലാ സ്വാതന്ത്ര്യവും അവൾക്കുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവൾക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ജലജ തീരുമാനിക്കുന്നുണ്ട്. അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട, സുഖിച്ച് വായണ്ട, രാജകുമാരിയെ പോലെയാണ് ഇവൾ കഴിയുന്നത്. ഞാൻ കഴിയേണ്ട സ്ഥാനത്തും എൻ്റെ മക്കൾ കഴിയേണ്ട സ്ഥാനത്തുമാണ് ഇപ്പോൾ അവൾ സുഖിച്ച് വാഴുന്നത്. അവളൊരു തമ്പുരാട്ടിയാണ്, ഒരു നന്മമരായിട്ട് നടക്കുകയാണ്. എല്ലാവരെയും സോപ്പിട്ടിട്ട് അവൾക്ക് തന്നെ നല്ലൊരു പണി കൊടുക്കണം. അല്ലെങ്കിൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെയും കൂടെ ചുമക്കേണ്ടി വരും, അതിനെയും ലാളിക്കുന്നത് കണ്ട് നിൽക്കേണ്ടി വരും. അതൊന്നും എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ കുറച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ജ്യൂസിൽ, അവൾ രാത്രി കുടിക്കുന്ന ആ ഒരു ജ്യൂസിൽ വിഷം കലർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗർഭം അലസാനുള്ള ആ ഒരു മരുന്ന് കലർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ നയന ആദർശിൻ്റെ കൂടെ തിരികെ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേരെ ദേവയാനിയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ സ്വീകരണമൊക്കെ? അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവുമല്ലോ മോള് അമ്മയാവാൻ പോവുക എന്നുള്ളത് അറിഞ്ഞപ്പോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വെച്ച് വിളമ്പിയിട്ട് തീരുന്നില്ല, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നു, പിന്നെ അമ്മയ്ക്കും കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട്, അമ്മ വാ നമുക്ക് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമുക്ക് ഒന്നിച്ച് കഴിക്കാം, എന്തായാലും മോള് ഫ്രഷായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു സമയത്താണ് ജലജ കിച്ചണിലോട്ട് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ നയന വരുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് നമ്മുടെ ദേവയാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് മരുമൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കി വെച്ചതായിരിക്കും ജ്യൂസ്, പാല്, ഇനിയിപ്പോൾ എന്തിൻ്റെ പുറമെ വേറെ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതോടുകൂടെ നിൻ്റെ ജ്യൂസ് കൂടി ഞാൻ തീർത്ത് തരാം, ഇനി നീ ജ്യൂസ് കുടിക്കാൻ ഉണ്ടാവില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ജലജ നയനയ്ക്ക് എടുത്ത് വെച്ച, ദേവയാനി നയനയ്ക്ക് എടുത്ത് വെച്ച ആ ജ്യൂസിൽ പൊടികൾ ചേർത്താണ്. ആ ഒരു സമയത്തായിരുന്നു ജാനകി കിച്ചണിലോട്ട് വെള്ളം എടുക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ജലജ എന്തോ പൊടി ഇടുന്നത് പോലെ തോന്നിയിട്ട്, സംശയം തോന്നിയിട്ട് നോക്കി നിൽക്കുകയാണ് ജാനകി. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ജലജ അത് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് അതിലേക്കൊന്ന് തുറച്ച് നോക്കിയിട്ട്, നീ ഇത് കുടിക്കടി, കുടിച്ചാൽ നീ അപ്പം തന്നെ വിവരം അറിയും, പിന്നെ ഇവിടെ വയറുവേദന വന്ന് നീ നിൽക്കത്തില്ല, നിൻ്റെ കുഞ്ഞും അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ പിറുപിറുത്തോണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പന്തികേട് ജാനകിക്ക് തോന്നുകയാണ്. നയനയ്ക്ക് ദേവേച്ചി ഉണ്ടാക്കി വെച്ച ജ്യൂസും കൂടിയാണല്ലോ അത്, അതിലെന്തോ കലക്കിയിട്ടുണ്ട്, ഉറപ്പാണ്, ഇവള് കൊല്ലാനും മടിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ദേവയാനി കിച്ചണിലോട്ട് വരികയാണ്. കിച്ചണിലോട്ട് വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, മോക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൾ അത് ആദ്യം കുടിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് കഴിച്ചാൽ മതി, ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനൊക്കെ കിട്ടണം, അതുകൊണ്ട് ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. എടുത്ത് കൊടുത്തിട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്, പാത്രം എടുക്കാനൊക്കെ പോവുകയാണ്. എന്നിട്ട് നീ കിച്ചണിലോട്ട് വരണ്ട, ഞാനെല്ലാം ഇങ്ങോട്ട് ടേബിളിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം, നീ അവിടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ജ്യൂസ് എടുത്ത് കുടിക്കാൻ പോകുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നതും ആ ജ്യൂസ് ഗ്ലാസ് തട്ടിയിടുന്നതും. എന്നിട്ട് ഞാനോട് പറയുന്നുണ്ട്, മോളെ ഇത് ഞാൻ തട്ടിയിട്ടത് ദേഷ്യം കൊണ്ടൊന്നല്ല, ഇതിലെന്തോ ആ ജലജ കലർത്തുന്നതായിട്ട് എനിക്കൊരു സംശയം തോന്നി. ഞാൻ കിച്ചണിലോട്ട് ചേർന്ന സമയത്ത് ഈ ജ്യൂസ് ഗ്ലാസിൻ്റെ അടുത്ത് അവളുണ്ടായിരുന്നു, എന്തോ ഒരു പൊടി ഇതിൽ കലർത്തിയിട്ടുണ്ട്, അവൾ സ്പൂണിട്ട് ഇളക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മോളെ, ഇതിലെന്തോ കലർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് തട്ടിയിട്ടത്. നിന്നോട് ഇപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല, നിൻ്റെ കുഞ്ഞിനെ അത്രയ്ക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും താലോലിക്കാനുള്ള ആഗ്രഹമൊക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ജാനകി നയനയോട് തുറന്ന് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് ജാനകിയോട് നയന പറയുന്നുണ്ട്, ഇളയമ്മ ചെയ്തത് വലിയൊരു ഉപകാരമാണ്, ഞാനിത് അറിയാതെ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പോൾ ഇല്ലാതായി പോയേനെ, അല്ലെങ്കിലും ആൻറ്റിക്ക് ആ ഒരു ചിന്തയിലുള്ളൂ, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ഉണ്ടാവുക, കാരണം അവരുടെ ജീവിതവും നശിച്ചു, മകനാണെങ്കിൽ ജയിലിലുമാണ്, അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഞാനാണല്ലോ എന്നുള്ള ആ ഒരു ഇത് ഉണ്ടാവും, അതിനെക്കൊണ്ടുള്ള ദേഷ്യം തീർക്കാൻ നോക്കിയതായിരിക്കും. എന്തായാലും ഇതങ്ങ് വെറുതെ വിടാൻ പറ്റില്ല, ഇത് മുത്തശ്ശനോട് പറയുകയും
വേണം. നിങ്ങൾ കണ്ടിട്ടുള്ളത് മുത്തശ്ശനോട് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം മോളെ. ഇതെന്തായാലും വലിയ തെറ്റാണ് ചെയ്യാൻ അവൾ പോയത്. അതിന് ഞാൻ എന്തായാലും കൂട്ടം നിൽക്കത്തില്ല. മോൾ മുത്തശ്ശനോട് പറഞ്ഞോ, ഞാനത് ഏറ്റു പറഞ്ഞോളാം, ഞാനാണല്ലോ കണ്ടത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അങ്ങനെ നയന ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ജാനകിയും അതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്.